അപ്പോൾ ഈ മോദിയെ എതിർക്കുന്നതിൽ ഇവരിപ്പോൾ ന്യൂനപക്ഷ സമുദായത്തെയാണ് കൂട്ടുപിടിച്ചിരിക്കുന്നത്, അല്ലാതെ മറ്റൊന്നും ഇവർ കാണുന്നില്ല. ഇവർ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഇതിനെ എതിർക്കാൻ നോക്കി, അതുപോലെ മറ്റു പല കാര്യങ്ങളെ എതിർക്കാൻ നോക്കി. ഏറ്റവും അവസാനം വന്ന് നിൽക്കുന്നത് ഈ പൗരത്വത്തിൻ്റെ പേരിലാണ്. കേരളത്തിലും അതാണ് പിണറായി വിജയനും എടുത്ത് ചർച്ച ചെയ്തിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസും CPM അഖിലേന്ത്യാ തലത്തിൽ ഒന്നിച്ച് നിൽക്കുകയും ഇവിടെ നമ്മൾ കാണുന്നത് വേറൊരു തരത്തിലാണ്. അത് ഏറ്റവും വലിയൊരു വിരോധാഭാസവുമല്ലേ? ഇപ്പോൾ വയനാട്ടിൽ തന്നെ നമ്മൾ കാണുന്നു, അതിന് തൊട്ടപ്പുറത്ത് അതിർത്തി കടക്കുമ്പോൾ കാണുന്നത് വേറൊരു ചിത്രവുമാണ്. ശരിയാണ്. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവർക്ക് രാജ്യത്തിന്റെ പൊതു താല്പര്യമല്ല ലക്ഷ്യം. അവർക്ക് ആവശ്യമെന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഇവിടുത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത്, ഒരു കാര്യം ഞാൻ പച്ചയായിട്ട് പറയുക, അത് എൻ്റെ നിരീക്ഷണം പറയുന്നത്, ഇന്ത്യയിലെ വർഗീയതയുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ ചേരിതിരിവും രാഷ്ട്രീയ പ്രവർത്തനവുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം കേരളമാണ്. കേരളം നമ്പർ 1 ആണ്, സാക്ഷരത കേമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവിടെ വർഗീയത ഇല്ല എന്നൊരു ചർച്ചയിലൊക്കെ പോകുന്നു. വർഗീയത ഇവിടെ വേണ്ട എന്നാ പറയുക. പക്ഷെ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? വർഗീയതയുടെ രാഷ്ട്രീയത്തിന്റെ ചേരിതിരിവ് ഏറ്റവും കൂടുതൽ സ്ഥലം ഇവിടെയാണ്. അതിന്റെ കാരണം ഞാൻ പറയാം. അത് ആ ചരിത്രത്തിലേക്ക് പോകുന്ന സമയമില്ല. എങ്കിലും 957 ശങ്കരൻ നമ്പൂതിരിയുടെ സർക്കാരിന്റെ വരവ് പോലും അന്ന് ഹൈന്ദവ വികാരങ്ങളെ കൺസോളേറ്റ് ചെയ്യാൻ പറ്റിയതിന്റെ ഭാഗമായിട്ടുണ്ടായതാണ്. അങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും ശരിക്കും നോക്കൂ, ഒരു മുന്നണി ഇടത് വർഗീയ മുന്നണി, മറ്റേത് വലത് വർഗീയ മുന്നണി. രണ്ട് മുന്നണികളിലും മുസ്ലിം ലീഗ് ഉണ്ട്, ഒന്നിൽ അരിങ്ങലുണ്ട്, PDP ഉണ്ട്, വെൽഫെയർ പാർട്ടി ഉണ്ട്. കേരള കോൺഗ്രസ് കേരളത്തിലെ വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, അവർക്കും രണ്ടു പക്ഷത്തുമുണ്ട്. എന്നിട്ട് ഇവര് ഈ വർഗീയതയുടെ നിർവചനം മാറ്റിയിരിക്കുക. ഹിന്ദു വിരുദ്ധ വർഗീയത അത് സ്വീകാര്യമാണ്, ഹിന്ദുവിന്റെ പ്രതിരോധം സ്വീകാര്യമല്ലെന്നുള്ളതാണ് ഇവരുടെ കാഴ്ചപ്പാട്. അപ്പൊ വർഗീയതയ്ക്ക് ഹിന്ദു വിരുദ്ധ വർഗീയത മാത്രം വർഗീയത, അതിനെ അംഗീകരിക്കുമ്പോൾ തന്നെ ഹിന്ദു പ്രതിരോധിച്ചാൽ അതിനെ വർഗീയമെന്ന് പറയും. ഈ കാഴ്ചപ്പാടാണ് തെറ്റ്. ഇനി അങ്ങ് പറഞ്ഞ പൗരത്വ ഭേദഗതി ബില്ല് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചല്ലോ, അത് യഥാർത്ഥത്തിൽ അത് വലിയ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം പോലുമല്ല. പൗരത്വ ഭേദഗതി ബില്ല് മാത്രം ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അതിലെങ്ങും നമുക്ക് ഒരു അങ്ങനെ ആരെങ്കിലും വേർതിരിച്ച് മാറുന്ന സംവിധാനമില്ല. ഉദാഹരണത്തിന് ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും മതപരമായി പീഡിപ്പിക്കാൻ സാധ്യതയുള്ളത് അവിടുത്തെ ന്യൂനപക്ഷ മതങ്ങളെയാണ്. മതരാഷ്ട്രങ്ങളായ ഈ 3 രാജ്യങ്ങളുടെയും, അഫ്ഗാനിസ്ഥാൻ്റെയും നമ്മുടെ പാകിസ്ഥാൻ്റെയും ബംഗ്ലാദേശിൻ്റെയും അവരുടെ ഔദ്യോഗിക മതം തന്നെ ഇസ്ലാമാണ്. അപ്പം ഇസ്ലാമിനെ മുസ്ലിങ്ങളെ അവിടെ പീഡിപ്പിക്കേണ്ട കാര്യമില്ല. പീഡിപ്പിക്കപ്പെട്ട ആ അന്യമതക്കാർ, ഹിന്ദുവാണെങ്കിലും ജൈനനോ ബുദ്ധനോ സിഖോ ക്രിസ്ത്യനോ, ഇവർക്കൊക്കെ ഇവിടെ അഭയം കൊടുക്കുന്നതിന് ചില പ്രത്യേക പരിഗണനകളാണ്. 11 കൊല്ലം എന്നുള്ളത് 5 കൊല്ലമാക്കി കുറച്ച് എത്ര ചെയ്തിട്ടുള്ളൂ, മറ്റുള്ളവർക്കും കൊടുക്കുക ആപ്ലിക്കേഷൻ. അതുകൊണ്ട് അതൊരു ചർച്ച ചെയ്യുന്ന വിഷയം പോലുമാണെന്ന് എനിക്ക് തോന്നുന്നില്ല പൗരത്വ പദ്ധതി. അത് ജനങ്ങളെ ആവശ്യമില്ലാതെ, അത് ഒട്ടും ഒരു വാചകം മാത്രം പറയാം. കോവിഡിന്റെ കാലത്ത് ചൈന ആസൂത്രണം ചെയ്ത ഭാരതത്തിലെ അധിനിവേശ പദ്ധതിയുടെ ഭാഗമായിട്ട് ആന്തരികമായി ഭാരതത്തിനുള്ളിൽ പോരാട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് കണ്ടുപിടിച്ചൊരു കാരണമാണ്. ശരിക്കും പറഞ്ഞാൽ മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങ വീണെന്ന് പറഞ്ഞതുപോലെ ഇതല്ലേ മറ്റെന്തെങ്കിലും കാരണങ്ങൾ വെയിറ്റ് ചെയ്യുന്നതിന്. അതോടെ നിൽക്കട്ടെ. അങ്ങ് ചോദിച്ചില്ലേ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, ഇത് രാജ്യത്തിന്റെ രാഷ്ട്രീയം മാറ്റുന്നതാണ്. കാരണം ആദ്യം തന്നെ പറഞ്ഞ കാര്യം പറയാൻ വിചാരിച്ചതാണ്. 2029 ആകും ഭാരതീയ ജനാധിപത്യത്തിന്റെ രീതി മാറാൻ പോവുക. 2027 ആകും ഭാരതം $5 ട്രില്യൺ എക്കണോമിയായിട്ട് മാറും. ലോക സമ്പദ് വ്യവസ്ഥയിൽ 3ാമത് ശക്തിയായി, അമേരിക്കയ്ക്കും ചൈനയ്ക്കും ശേഷമുള്ള 3ാമത് ശക്തിയായി. അങ്ങനെ മാറുന്ന സന്ദർഭത്തിലാണ് 2029 വരുന്നത്. ആ 2029 ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതം, ഏറ്റവും പഴയത് അമേരിക്കയാണ്, ഏറ്റവും കൂടുതൽ വലിയ ജനാധിപത്യ രാജ്യം ഭാരതവുമാണ്. ഈ ഭാരതത്തിന്റെ ലോകസഭയിലെ അംഗസംഖ്യ ഇന്നത്തെ 540 വർദ്ധിച്ച് 750-അടുത്തെത്തും. അത് ലോകത്തെങ്ങും അങ്ങനെ ഒരു സാഹചര്യം ആ സമയത്ത് ഉണ്ടാവാൻ സാധ്യതയില്ല.
അതുപോലെ തന്നെ വനിതാ സംവരണത്തിന്റെ ബില്ല് വരുന്നു. ഭാരതത്തിന്റെ ജനാധിപത്യത്തിന്റെ അലകും പിട്ടിക്കും മാറുന്ന, കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ജനാധിപത്യം, കൂടുതൽ ശക്തമായ ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ഭരണഘടനയും വ്യവസ്ഥയും ഉള്ള കാലം, ആ കാലം വരാൻ പോകുമ്പം ഭാരതത്തില് ഇപ്പം ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോലും കേൾപ്പില്ലാത്ത, അതിനുള്ള ഭൗതിക വികാസം ഇന്നും ഉണ്ടായിട്ടില്ലാത്ത 55 വയസ്സായ ആ യുവാവ് ബാലൻ രാഹുൽ ഗാന്ധിക്ക് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നതിന് പോലും ഒരു കെൽപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രാഹുലിനെ പ്രതീക്ഷിച്ചുകൊണ്ട്, രാഹുലിനെ ആശ്രയിച്ചുകൊണ്ട് പോകുന്നവർക്ക് ഭാരതത്തിന്റെ ഈ മാറി വരുന്ന സാഹചര്യം എന്താണെന്ന് വിഷ്വലൈസ് ചെയ്യുന്നതിന്, ഭാവനയിൽ കാണുന്നതിനും കഴിയില്ല. സാധ്യതകളുടെ കാലമാണ് ഇത്. ജനാധിപത്യത്തിന് ശക്തിപ്പെടുത്തണമെങ്കിൽ, ജനാധിപത്യത്തെ കൂടുതൽ അർത്ഥവത്താക്കണമെങ്കിൽ അതിന് നരേന്ദ്രമോദിയെ പോലാണ് തന്നെ വരണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നൊരു സങ്കല്പം ആ ഘട്ടത്തിൽ വരിക എന്ന് പറയുമ്പം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പം നടക്കുന്ന കാര്യം എന്താ, എന്നും തെരഞ്ഞെടുപ്പാണ്. ഒന്ന് ഈ ബീഹാറിൽ, അല്ലെങ്കിൽ പിന്നെ രാജസ്ഥാനിലെ ഇവിടെ കാലാവസ്ഥ പോലെയാണ്. ഒരിടത്ത് വേനലാണെങ്കിൽ വേറൊരിടത്ത് വെള്ളപ്പൊക്കം പോലെ, ഇങ്ങനെ എന്നും തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഉദ്യോഗസ്ഥന്മാരുടെ വിന്യാസം, അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ചെലവ്, ഇതെല്ലാം പരിഹരിച്ചുകൊണ്ട് 1952 ആദ്യ തെരഞ്ഞെടുപ്പ് മുതൽ തുടങ്ങി 1967 വരെ നിലനിന്നിരുന്ന സംവിധാനം പണ്ടുണ്ടായിരുന്നതാണ്. ആ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭാരതത്തിന്റെ വികസനത്തിന് അത് പുതിയൊരു ചുവടുവയ്പ്പായിരിക്കും. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. പിന്നെന്താ, അത് മറ്റൊന്നുമല്ല, ഒരുപക്ഷെ ഭാരതീയ ജനതാ പാർട്ടിക്കാർക്കോ നരേന്ദ്രമോദിക്കോ അവരെ യോജിക്കുന്നവർക്കോ പോലും സ്വീകാര്യമാകണമെന്നില്ലാത്തൊരു അഭിപ്രായം ഞാൻ പറയാൻ വരുന്നത്. ഭാരതത്തിൽ ഇതോടൊപ്പം ചെയ്യേണ്ട വേറൊരു കാര്യമാണ്, ആര് പ്രധാനമന്ത്രിയായാലും, അതിനിപ്പം മോദി വീണ്ടും വന്നാലും രാഹുൽ ഗാന്ധി വന്നാലും ആര് വന്നാലും ഭാരതത്തിൽ ഇനി ഒരിക്കലും 2 ടേമിൽ കൂടുതൽ ഒരു പ്രധാനമന്ത്രിക്ക് അവസരം കൊടുക്കാൻ പാടില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നെൽസൺ മണ്ടേല സൗത്ത് ആഫ്രിക്കയുടെ ഭരണാധികാരിയായിട്ട് അദ്ദേഹം വന്നു. നെഹ്റുവിനെക്കാട്ടി കൂടുതൽ ത്യാഗം സഹിച്ച മനുഷ്യനാണ്. പക്ഷെ നെൽസൺ മണ്ടേല 2 ടൈമായും പറഞ്ഞു, എത്രയോ വർഷം, 19 വർഷം ജയിലിൽ കിടന്ന മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ 2 ടൈം ഇരുന്നു, ഇനി പുതിയ ആൾ വരട്ടെ എന്ന് പറഞ്ഞ് മാറിക്കൊടുത്തു. അമേരിക്കയിൽ ജോർജ് വാഷിങ്ടൺ 2 ടൈം കഴിഞ്ഞപ്പോഴത്തേക്ക് വർഷങ്ങൾക്ക് 2 നൂറ്റാണ്ടിന് മുമ്പ് അദ്ദേഹത്തിന് ഇരിക്കാമായിരുന്നു. അദ്ദേഹം ഇരുന്നില്ല. പക്ഷെ അമേരിക്കയിൽ പിന്നെ ആ സെക്കൻഡ് വേൾഡ് വാർ വന്നപ്പോഴത്തേക്ക് 3 ടൈം ഒരാൾ ഇരിക്കുന്ന സാഹചര്യം വന്നു. അതൊരു മാറ്റിയവർ ജനാധിപത്യത്തിൽ ഒരു പരിശീലനത്തിൻ്റെയും പരീക്ഷണത്തിൻ്റെയും ഘട്ടമല്ലേ. അവർ ഇത് അപകടം ഉണ്ടാക്കുന്നു മനസ്സിലാക്കിയിട്ട് അതിന് വേറെ ചരിത്രമുണ്ട്. പലരും ശ്രമിച്ചു നോക്കി, 3ാമത് വരാൻ നോക്കി, ഗവൺമെൻറ് സമ്മതിച്ചില്ല അവർ, ജനങ്ങൾ. പക്ഷെ അന്ന് നിയമം കൊണ്ട് അവർ സ്ഥാപിച്ചു 4 വർഷം വീതമുള്ള 2 ടേമാണ്. അതിപ്പം ഇദ്ദേഹമാണെങ്കിലും ജോ ബൈഡനാണെങ്കിലും ഡൊണാൾഡ് ട്രംപ് ആണെങ്കിലും ബാരക് ഒബാമയാണെങ്കിലും ആരാണെങ്കിലും അവിടെ 4 8 കൊല്ലം. അതിൻ്റെ ഗുണം എന്താണെന്നറിയുമോ? ആദ്യത്തെ 4 കൊല്ലം അവരെ ഒന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കും. 2ാമത്തെ 4 കൊല്ലം മനസ്സിലാക്കും, ഇതാണ് അമേരിക്കയുടെ ചരിത്രത്തിലും ലോകത്തിന്റെ ചരിത്രത്തിലും എനിക്ക് എന്നെ പരിചയപ്പെടുത്താൻ, എൻ്റെ രാജ്യത്തെ വളർത്താനുള്ള അവസരം ഇതാണെന്ന് മനസ്സിലാവും. അതുകൊണ്ട് അവർ ആ സന്ദർഭത്തിൽ ആ 2ാം ടൈമിൽ പരമാവധി കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ രാജ്യം ഒന്ന് മുന്നോട്ട് പോകും. ഒപ്പം തന്നെ അതിന് വേറെ അഡ്വാൻറ്റേജും ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം, സ്വന്തം മകനെയോ മകളെയോ ഈ 8 കൊല്ലങ്ങൾ വളർത്താൻ പറ്റില്ല. ഉദാഹരണത്തിന് ക്ലിൻ്റൻ്റെ ഭാര്യ നമ്മുടെ ഹിലാരി ക്ലിൻ്റൺ, അവിടെ മത്സരിക്കാൻ പോയിട്ട് പാർട്ടിക്ക് സ്ഥാനാർത്ഥിത്വം പോലും കിട്ടിയില്ല. ആ ക്ലിൻ്റൺ 8 കൊല്ലത്തിന് ഒരു 15 കൊല്ലം ഇരുന്നിട്ടായിരുന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാവരും നെഹ്റു ചെയ്തതുപോലെ ബാക്കി എല്ലാവരും തീർത്ത്. നെഹ്റു എന്താ ചെയ്തത്? പ്രധാനമന്ത്രി ആയ ശേഷം 47-ആയതാണ്. അദ്ദേഹത്തിന് കരുതമായിരുന്നു, എന്നോടൊപ്പം നെൽസൺ മണ്ടേലെ പോലെ എന്നോടൊപ്പം സ്വാതന്ത്ര്യ സമരത്തിൽ ത്യാഗം സഹിച്ച് ഇഷ്ടം പോലെ നേതാക്കൾ ബാക്കി നിൽപ്പുണ്ട്. 1 ടേണോ 2 ടേണോ കഴിഞ്ഞപ്പം അന്തസ്സായിട്ട് മാറി നിന്നിട്ട് പുതിയൊരാൾ വരാൻ അനുവദിച്ചിരുന്നെങ്കിൽ ഭാരതത്തിന് ചരിത്രം മാറുമായിരുന്നു. അതിന് പകരം 1957 ഇന്ദിരാഗാന്ധിയെ കോൺഗ്രസ് പ്രസിഡന്റാക്കി, ഇന്ദിരാഗാന്ധിക്ക് വരുന്ന അവസരം ഉണ്ടാക്കി, അങ്ങനെ ഒരു കുടുംബ ഭരണത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിച്ചു. അതുണ്ടാകാൻ പാടില്ല. അതുണ്ടാവാതിരിക്കണമെങ്കിൽ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള മാറ്റമൊക്കെ വരുന്ന കൂട്ടത്തിൽ ഈ ഒരു കാര്യം നിശ്ചയമായും കൊണ്ടുവരണം.
മറ്റു പല കാര്യങ്ങളുമുണ്ട്. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് പറയാൻ പറ്റില്ല. ഈ മോദി 3ാം വട്ടം അധികാരത്തിൽ വരുമ്പോൾ പിന്തുണയ്ക്കാൻ കേരളത്തിൽ നിന്ന് ആരെങ്കിലും ഉണ്ടാകുമോ? പ്രതീക്ഷയുണ്ടോ? എനിക്ക് പ്രതീക്ഷയുണ്ട്. ഉണ്ട്. കാരണം അതിന് കാരണം എന്ന് പറഞ്ഞാൽ കേരളം ഒന്ന് പ്രതീക്ഷ, രണ്ടാമത് ആഗ്രഹം. ഇപ്പൊ മോദി തന്നെ പറഞ്ഞല്ലോ, മാതൃഭൂമി ഇന്റർവ്യൂവിൽ അത് കാര്യം പറഞ്ഞു. 2014 ഞാൻ വരുമ്പം ഈ മാതൃഭൂമിക്കായിട്ട് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, ഏഷ്യാനെറ്റുമായിട്ട്, സോറി. അതിൽ പറഞ്ഞൊരു കാര്യം, 2014 ഞാൻ വരുമ്പോൾ ജനങ്ങൾക്ക് ഉമ്മീദായിരുന്നു, പ്രതീക്ഷയായിരുന്നു. 13 ഞാനാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞപ്പോൾ ജനങ്ങൾക്ക് പ്രതീക്ഷയായിരുന്നു, ഇന്ത്യയിൽ ഉമ്മീദ്. 19 അവർക്ക് വിശ്വാസമായി. 24 ആയപ്പോഴത്തേക്ക് ജനങ്ങൾക്ക് എന്നിലുള്ള വിശ്വാസം, എൻ്റെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഗ്യാരണ്ടി കൊടുക്കുന്നത്, എനിക്ക് ചെയ്യാൻ പറ്റും. കാരണം ജനങ്ങളുടെ കൂടെയാണ് ചെയ്യാൻ പറ്റും. ഈ ഫീലിങ് ഈ 3 ടേണായിട്ട് കേരളത്തിൽ വന്നിട്ടെന്ന് കരുതാൻ പറ്റുമോ? അപ്പം താത്വികമായിട്ട് തന്നെ പറഞ്ഞാൽ കേരളം അതിന് സജ്ജമായിരിക്കുന്നു. 1. 2, വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം, പ്രായോഗിക വിഷയങ്ങൾ പറയാം. ഇക്കാലം അത്രയും കേരളത്തിലെ മോദിയെ എന്ന് പറഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടിയെ, നേരെയുള്ള കാര്യം പറയാൻ പറ്റും, അവർക്ക് വിജയിക്കാനൊരു അവസരം ഉണ്ടാകാതിരുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ വോട്ട് മാറ്റി മറിച്ച് ചെയ്യുന്നതായിരുന്നു. ടാക്ടിക്കൽ വോട്ട്, തന്ത്രപരമായ വോട്ട്. അത് ഞാൻ കുറ്റമൊന്നും പറയത്തില്ല. BJP തോപ്പിക്കാൻ വേണ്ടി ബാക്കി എതിർക്കുന്നവർ 2 കൂട്ടരും നിൽക്കും. കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വോട്ട് കോൺഗ്രസ്സുകാരന് കൊടുക്കും, കോൺഗ്രസ്സുകാരൻ്റെ വോട്ട് കമ്മ്യൂണിസ്റ്റുകാരന് കൊടുക്കും. പക്ഷെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ കാണുന്നത് എന്നു പറഞ്ഞാൽ ആ കാര്യത്തിൽ വലിയ വിട്ടുവീഴ്ച ചെയ്യാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റുകാരന് പറ്റത്തില്ല. കാരണം AK ബാലൻ പറഞ്ഞ പോലെ ഉള്ള വോട്ട് കൈ കിട്ടിയില്ലെങ്കിൽ ഈനാമ്പേച്ചിയുടെ ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരും. ഒന്നത്. പിന്നെ മറ്റു കാര്യങ്ങളുമുണ്ട്. കോൺഗ്രസ്സുകാരനും അതുപോലെ തന്നെ ഉള്ള വോട്ട് ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ സീറ്റ് കുറയും. 52 അംഗ സഭയിൽ 15 പേര് കേരളത്തിൽ നിന്നായിരുന്നു കഴിഞ്ഞ ലോക്സഭയിൽ. 55-15 കേരളത്തിൽ ഒരു സീറ്റ് പോലും കളയാൻ പറ്റില്ല. വിലപ്പെട്ടതാണ്. അതിൻ്റെ ഒക്കെ അപ്പുറം വേറൊരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന കഴിഞ്ഞ കാല വോട്ടിൻ്റെ ചരിത്രമുണ്ടല്ലോ, ആ ചരിത്രമെല്ലാം കൊടുക്കാവുന്നത്ര പുറത്ത് വെച്ചാൽ ഇപ്പം തിരുവനന്തപുരത്തെ ഉദാഹരണം ഞാൻ പറയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനും ഡോക്ടർ ശശി തരൂരിന് വേണ്ടി ഇടതുപക്ഷം കൈമാറ്റം ചെയ്ത വോട്ടുണ്ടല്ലോ, അത് കഴിഞ്ഞുള്ള വോട്ടാണ്. കഴിഞ്ഞ ഇലക്ഷൻ്റെ വോട്ടുകൾ കാണുന്നത്. ഈ വർഷത്തെ ഇലക്ഷൻ വീണ്ടും കുറയ്ക്കാൻ പറ്റുമോ? വീണ്ടും കുറയ്ക്കുകയാണെങ്കിൽ 8-7 നിയോജകമണ്ഡലത്തിലും ജയിച്ച ഒരു പാർട്ടിക്ക് തീരെ അങ്ങ് താഴോട്ട് പോവില്ലേ? പ്രായോഗികമായിട്ട് ആത്മഹത്യാപരമായ സൂയിസൈഡലായിട്ടുള്ള ഒരു നടപടിയിലേക്ക് 2 പാർട്ടിയും പോകാൻ സാധ്യത കുറവ്. ഒപ്പം തന്നെ ദേശീയ പ്രസ്ഥാനങ്ങളുടെ സന്ദേശം കൃത്യമായി ജനങ്ങളിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ സ്ഥാനാർത്ഥികൾ ഇവിടെ ഡോക്ടർ ശശി തരൂര്, അതുപോലെ V. മുരളീധരൻ, നമ്മുടെ ശോഭാ സുരേന്ദ്രൻ, അതുപോലെ സുരേഷ് ഗോപി, അനിൽ ആന്റണി ഏറ്റവും പ്രധാനാർത്ഥി. അവിടെ വലിയ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നു. കാസർഗോട്ടത്തെ ശാലിനി നടത്തുന്നു, അശ്വിനി അതുവരെയുള്ള സ്ഥാനാർത്ഥികൾ ഒന്നിനൊന്നും മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് വോട്ടിൻ്റെ ശതമാനം ഗണ്യമായിട്ട് കൂടും. പല സ്ഥലങ്ങളിലും വിജയിച്ചു വന്നാൽ അത് കേരളത്തിൽ നന്നായിരിക്കും, ഭാരതത്തിൽ നന്നായിരിക്കും. അങ്ങനെ സംഭവിച്ചാലാണ് ഭാരതത്തിൻ്റെ വളർച്ചയുടെ വികാസത്തിൻ്റെ ഭാഗമായി കേരളത്തിനും കഴിയുന്നത്ര മുന്നോട്ട് പോകുന്നതിനുള്ള സാഹചര്യം ഉണ്ടാവുക. ആ സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ കേരളം വീണ്ടും പശ്ചാത്തപിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് എന്തായാലും ആ പ്രതീക്ഷയോടെ കാത്തിരിക്കാം. വളരെ നന്ദി, നമസ്കാരം.